നമ്മൾ വന്നപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു ഇവിടുത്തെ ആൾക്കാരൊക്കെ നൈസായിട്ട് ഇതിനെ നടുക്കുന്ന ഇങ്ങനെ അങ്ങ് മുറിക്കുന്നു, ഇങ്ങനത്തെ ഒരു പീസ് എടുക്കുന്നു, ഇതിനെ ബീഫിന്റെ ചാറിന് അങ്ങനെ മുക്കുന്നു, ഇത് നൈസായിട്ട് 1948 തുടങ്ങിയൊരു ഓർമ്മയാണ് എൻ്റെ ബാക്കിലുള്ളത്. ഇവിടെ ഉണ്ടാക്കിയ പച്ചറൊട്ടി, ഇവിടെ ഉണ്ടാക്കുന്ന ബ്രെഡ്, ഇതൊക്കെ ഇപ്പോഴും ഫേമസ് ആണ്, അപ്പോഴും ഫേമസ് ആണ്. നമ്മളിന്ന് കോട്ടയം മുണ്ടക്കയത്തുള്ള ടൗൺ ബേക്കറിയിലാണ്. ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത്. ഈ ബോർമയുള്ള ബേക്കറിയിൽ പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബ്രെഡും പപ്സും അതൊക്കെ ബേക്ക് ചെയ്യുന്നൊരു മണം ഉണ്ടല്ലോ, അത് ഇവിടെ വരുമ്പോഴേ നമുക്ക് കിട്ടും. ഫ്രഷ്ലി ബേക്ക്ഡ് ബൺ. ഇനി അവനിലോട്ട് കയറാൻ പോകുന്ന ബണ്ണും ഓൾറെഡി അവൻ ഇറങ്ങിയ ബണ്ണുകളും ഇവിടെ റെഡിയാണ്. ഇതാണ് അവരുടെ ടീ ബിസ്ക്കറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ സോ അപ്പോൾ ഈ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പച്ചറൊട്ടി എന്ന് പറയുന്നത്. സോ പച്ചറൊട്ടി എന്നുള്ള കോൺസെപ്റ്റ് അറിഞ്ഞില്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു ഫുൾ പീസിനെയാണ് പച്ചറൊട്ടി എന്ന് പറയുന്നത്. രാവിലെ 4 മണിക്ക് നമ്മൾ ഫസ്റ്റ് ബാച്ച് വർക്ക് തുടങ്ങും. നമുക്ക് ഈ വർഷം നമുക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നത് ക്യാരറ്റ് പുഡിംഗ് കേക്കും മിൽക്ക് ആൻഡ് നട്ട് കേക്കും ആയിരുന്നു ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. കേക്കിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ടീ ബിസ്ക്കറ്റ് മെയിനായിട്ട് മൂവിങ് ഉള്ളതാണ്. ഇപ്പം ബേക്കറി ഓപ്പൺ ആക്കി ആ ടൈം തൊട്ടേ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുണ്ടക്കയറിയുള്ള എല്ലാ ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയാം. എൻ്റെ അച്ഛൻ്റെ കാലത്താണ് തുടങ്ങുന്നത്. അച്ഛൻ്റെ അമ്മനാണ് ശരിക്കും ഇത് ഓണർ. അച്ഛനും അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങിയതാണ് ടൗൺ ബേക്കറി. ടൗൺ ബേക്കറി എന്നുള്ള പേരും അതേ ക്വാളിറ്റി പ്രൊഡക്ട്സും അതാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ബെസ്റ്റ് പാർട്ട് ഈസ് ഇവർ നൈസ് തിങ്സ് ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മുണ്ടക്കയത്ത് വന്ന് കഴിക്കേണ്ടി വരും ഇത്.